അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നടുവേദനയാണ്, ബാക്ക് പെയിനാണ്, ബാക്ക് കൊളത്തി പിടിച്ചിരിക്കുകയാണ്, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ അത് കാരണം വെച്ചാൽ നമ്മുടെ ബാക്ക് മസിൽ സ്ട്രെങ്തൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പെയിൻ വരുന്നത്. അപ്പം ബാക്ക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള 2-3 എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. അടിപൊളിയായത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പെയിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ബാക്ക് പെയിന് വരാൻ ചാൻസ് ഉള്ളവരും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിന് വരാതിരിക്കാനുള്ള കാര്യവും നടക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആ വർക്കൗട്ടിലേക്ക് പോവാം. എക്സസൈസ് സൂപ്പർമൻ പോസാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുക, മാറ്റിന് ഫുള്ളായി കിടക്കുക. ഫുള്ളായിട്ട് കാല് സ്ട്രെഡ് ചെയ്ത് നിൽക്കാം, കൈ രണ്ടിങ്ങനെ വയ്ക്കുക, മുകളിലോട്ട് ചെയ്യുക കേട്ടോ. 1 സൂപ്പർമൻ പോസ് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് 3 സെറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മുടെ ഗൾട്ട് ഫ്രിഡ്ജ്. നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക, നേരെ ബാക്കിലോട്ട് ഇരിക്കുക, കാല് രണ്ടിങ്ങനെ വയ്ക്കുക, വയ്ക്കുക, നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മൾ ഹിപ്പ് മുകളിൽ 1 2 5 വെച്ച് 5 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 റൗണ്ട്. അടുത്തത് മൂന്നാമത്തത് ബേർഡ് ആൻഡ് ഡോഗ് കേട്ടോ, അതാണ് കാണിച്ചത്. എങ്ങനെ നിൽക്കുക, നമ്മൾ ഡോഗ് നിൽക്കുക, വലത് കഴിക്കും 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഒരു 5 ടൈംസ് 5 സെക്കൻഡ് പ്ലാങ്ക് ആണ് കേട്ടോ കാണിച്ചത്. സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കുക, ബോഡി ഇവിടെ നിൽക്കുക, ഇവിടെ ഇരിക്കുക, ഈ കൈ മുട്ട് മടക്കി പിടിക്കുക, കാലണ്ട് ഇങ്ങനെ കിട്ടുക, കൈ ഇവിടെ വയ്ക്കുക, ഇപ്പം മൊത്തമായി പോക്കുക, തല നേരെ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യും 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക കേട്ടോ. 20 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഒരു 3 റൗണ്ട് ഇടതുവശം വലതുവശമായിട്ട് ചെയ്യുക കേട്ടോ. കോബ്ര പോസ് കേട്ടോ. നോക്കാം, നേരെ കിടക്കുക, കൈ രണ്ടും ഇവിടെ വയ്ക്കുക, ഫുള്ളായിട്ട് കിടക്കുക, സ്ട്രെയിറ്റ് ചെയ്ത് കാല് ഇങ്ങനെ വയ്ക്കുക, തല നേരെ ഓടിക്കുക, കൈ കൊണ്ട് പുഷ് ചെയ്തിട്ട് ബാക്കിലോട്ട് കൈ സ്റ്റഡിയാണ്, കാല് കൊണ്ട് മേലോട്ട് പൊന്തിക്കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സ്ലോ ആയിട്ട് ഇറങ്ങുക, പിന്നെ പൊങ്ങുക, സ്ലോ, കൈ ഫുള്ള് സ്ട്രെച്ച് ആവണം, ഫുള്ളായിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഈ ചെയ്ത 5 എക്സസൈസുകളും സ്ട്രെച്ചിങ് നമ്മുടെ ബാക്ക് പെയിന് തടയാനും വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യുന്നത്. അതുപോലെ നല്ല ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് കഴിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക, ബാക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുത്ത് മേലെ പതുക്കെ ഇത് ചെയ്ത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് ട്രൈ ചെയ്യുക, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എല്ലാവരും ചെയ്ത് നല്ല ഗുണമുള്ള എക്സസൈസാണ്, എല്ലാവരും ചെയ്യാൻ മറക്കരുത് കേട്ടോ.